ഒന്നും തന്നെ യാഥാർത്ഥ്യമാണെന്നോ മറിച്ചോ ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ വീഡിയോ പൂർണ്ണമായും ഒരു വിനോദത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്. Mom, open the door quickly. There's something behind there, sir. ഒരു ഫുട്വെയർ ഷോപ്പിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിത്. കുറച്ചു മാസങ്ങളായി അവിടെ വിചിത്രമായ ചില കാര്യങ്ങൾ നടക്കുന്നതായി കടക്കാരൻ പറയുന്നു. എന്നാൽ ഈയടുത്താണ് കാര്യങ്ങൾ കൂടുതൽ ഭീകരമായി മാറിയത്. ഡോറ് തനിയെ അടഞ്ഞതും കാര്യമെന്താണെന്നറിയാൻ അയാൾ നോക്കിയെങ്കിലും അവിടെ ഒന്നും തന്നെയില്ല. എന്നാൽ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ വിചിത്രമായ ഒരു സംഭവം അവിടെ അരങ്ങേറി. പെട്ടെന്ന് ഒരു ഷൂ തനിയെ തെറിച്ചു വീണു. അതെടുക്കാൻ അയാൾ കുനിഞ്ഞതും ഷൂ സ്വയം നിരങ്ങി മാറി. അത് കണ്ടു പേടിച്ച 2 ജോലിക്കാരും കടയ്ക്ക് പുറത്തേക്കോടി. സോ ഈ ഷോപ്പ് ഹോണ്ടഡ് ആണോ അതോ മറ്റെന്തെങ്കിലുമാണോ ഇതിന് കാരണം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. രാത്രി 10 മണി കഴിഞ്ഞ് ഒരു കുടുംബം ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് വീടിനടുത്തുകൂടി ഒരാൾ നടന്നു പോകുന്നത് അവർ ശ്രദ്ധിച്ചത്. അതൊരു സാധാരണ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കി അവർ ഭയന്നുപോയി CCTV ക്യാമറ ചെക്ക് ചെയ്തു. ആയിരത്തി 1920കളിലെ വസ്ത്രമാണ് അയാൾ ധരിച്ചിരുന്നത്. എന്നാൽ കൂടുതൽ വിചിത്രമായ കാര്യമെന്തെന്നാൽ അയാൾ വളരെ ട്രാൻസ്പെറന്റ് ആയിരുന്നു എന്നതാണ്. അതുകണ്ട് ഭയന്നു പോയ അവർ പറയുന്നത് അതൊരു മനുഷ്യനല്ല എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. റെഡിറ്റിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ് അടുത്തത്. ഒരു ലോറിയുടെ ഡാഷ് ക്യാമിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിത്. ഒരു ദിവസം രാത്രിയിൽ അലബാമ ഹൈവേയിലൂടെ തന്റെ സുഹൃത്തുമായി യാത്ര ചെയ്യുകയായിരുന്നു അയാൾ. വളരെ നോർമലായിരുന്ന ആ യാത്ര പെട്ടെന്ന് ഭീകരമായി മാറി. പെട്ടെന്ന് വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ റോഡിന് നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ പെട്ടെന്ന് വണ്ടി വെട്ടിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ വണ്ടി ആ സ്ത്രീയെ ഇടിച്ചിരുന്നു. ഉടൻ തന്നെ അയാൾ പോലീസിനെയും ആംബുലൻസിനെയും വിവരമറിയിച്ചു. എന്നാൽ പോലീസ് അവിടെ മൊത്തം പരിശോധിച്ചെങ്കിലും ആരെയും കണ്ടില്ല. ശേഷം ഈ വീഡിയോ ഫൂട്ടേജ് കണ്ട പോലീസ് അമ്പരന്നു പോയി. നാട്ടുകാർ പറയുന്നത് അലബാമ ഹൈവേ ഹോണ്ടഡ് ആണെന്നാണ്. കാരണം ഇവിടെ ഇതേപോലെ നിരവധി ആക്സിഡന്റുകൾ ഒരു കാരണവുമില്ലാതെ നടക്കുന്നുണ്ട് എന്നാണ് അവരുടെ വാദം. സോ വീഡിയോയിൽ കണ്ട സ്ത്രീ മനുഷ്യനല്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. ലാന